തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. താനൂർ തിരൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പനമ്പാലം പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫെബ്രുവരി 3 നാടിന് സമർപ്പിക്കും. 13.39 കോടി രൂപ ചെലവിലാണ് തിരൂർ പുഴയ്ക്ക് കുറുകെ ചെറിയമുണ്ടം പഞ്ചായത്തിനെയും തിരൂർ മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന പനമ്പാലം പണി പൂർത്തീകരിച്ചത്. വൈകിട്ട് 4 മണിക്ക് പനമ്പാലം പരിസരത്ത് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കും. തിരൂർ നിയോജകമണ്ഡല MLA കുറുക്കോളി മൊയ്തീൻ വിശിഷ്ടാതിഥിയാകും. ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ സാധിക്കുന്നതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പഴയ പാലം. തിരക്ക് ഏറെ വർദ്ധിച്ചതിനാലും പഴയ പാലത്തിന് മുകളിലേക്ക് മഴക്കാലത്ത് പുഴ കവിഞ്ഞൊഴുകുന്നതിനാലും പുതിയ പാലം നിർമ്മിക്കണമെന്ന് 2007 തീരുമാനമെടുത്തതാണ്. 2017 13 കോടി രൂപയ്ക്ക് ഭരണാനുമതിയും ലഭിച്ചു. 2018 12.9 കോടി രൂപയ്ക്ക് കിഫ്ബിയിൽ നിന്ന് സാമ്പത്തിക അനുമതിയും ലഭിച്ചു. തുടർന്ന് 11.7 കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭിച്ചതോടെ പാലത്തിന്റെ പണി തുടങ്ങുകയും പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ അപ്രോച്ച് റോഡിനായുള്ള ഭൂമിക്ക് തണ്ണീർത്തട നിയമപ്രകാരമുള്ള അനുമതി ലഭ്യമാക്കേണ്ടതിനാൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2022 തണ്ണീർത്തട നിയമപ്രകാരമുള്ള അനുമതി കിട്ടിയെങ്കിലും സ്ഥലമേറ്റെടുപ്പ് പിന്നെയും നീണ്ടു. നിലവിൽ ഇതടക്കം അപ്രോച്ച് റോഡ് നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. 26 മീറ്റർ നീളമുള്ള 4 സ്പാനുകൾ ഉൾപ്പെടെ 104 മീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. 11 മീറ്റർ വീതിയുമുണ്ട്. തിരൂർ ഭാഗത്ത് 172 മീറ്ററും ചെറിയമുണ്ടം ഭാഗത്ത് 64 മീറ്റർ നീളമുള്ള അപ്രോച്ച് റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.